ഡാഡി ഇല്ലേ? വന്നിട്ടില്ല. ഡാഡി എപ്പോഴും പറയും ഈ മർച്ചനേവിക്കാരുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണെന്ന്. ദിവസങ്ങളോളം മനുഷ്യരെ കാണാതെ, കര കാണാതെ കപ്പലിനകത്ത് തന്നെ കഴിയാന്ന് പറഞ്ഞാ എനിക്ക് ഓർക്കാനും കൂടി വയ്യ. അതിലും ഭേദം ഡാഡിയുടെ പോലീസ് ജോലിയാണ്. ഒന്നുമില്ലെങ്കിലും കൺവെട്ടത്തിൽ ആളെ കാണുമെങ്കിലും ചെയ്യാലോ. എപ്പോഴാ വരികയെന്നും കാത്ത് ഇവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോഴുള്ള ബോറടിയോ? അല്ലാത്തപ്പോഴും സമയം കളയാൻ ഞാൻ പെടുന്ന പാടുണ്ടല്ലോ. ഈ കോളേജില്ലാത്ത സമയത്ത് നീ ഇങ്ങനെ നേരം കളയുന്നേ? വീട്ടിൽ ലോണിയായി കുത്തിയിരിക്കുമ്പോ മുഷിയില്ലേ? എനിക്ക് ഒരിക്കലും ഈ ലോൺലിനെസ് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ചിലപ്പോ ആർക്ക് വേണ്ടിയും കാത്തിരിക്കാൻ ഇല്ലാത്തോണ്ടാവും. ആരെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഓർക്കാനൊന്നും ഇല്ലല്ലോ. ഒറ്റയ്ക്കാവുമ്പോ ഞാൻ എന്നോട് തന്നെ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കും. Some nonsense. Hello, Mrs. Nair. How are you? Hi. How is Captain Nair? When is he getting back home? വിവരമൊന്നും അറിയില്ല. I see. Okay then. That old lonesome feeling. ഞാൻ നോക്കിയിട്ട് രേഖേച്ചിയുടെ ബോറടി മാറാൻ ഒറ്റ വഴിയുള്ളൂ. അങ്ങോട്ട് നോക്കി. I know you'll never be mine. Dreams that hurt me in my sleep. I mean, vows that we just couldn't keep. ബിജു ഉറങ്ങിയോ? പാശ് പിടിച്ച് കിടക്കുക ചേച്ചി കൊണ്ടുപോകാത്തതിന്. ഒന്നും കഴിച്ചില്ലേ? ഇല്ല. മോനെ ബിജു എന്താ ഒന്നും കഴിക്കാതെ കിടന്നേ? ആന്റിയോട് പിണക്കോ? ഞാൻ മിണ്ടൂല, എന്നെ കൊണ്ടുപോയില്ലല്ലോ. വരാൻ വൈകുന്നേരത്തില്ലേ ആന്റി കൊണ്ടുപോയിരുന്നേ? മോന് ചോറ് തരട്ടെ? അമ്മോ ബിജുന് ചോറ് വിളമ്പ്. വേണ്ട. ദേ ചോറുണ്ടല്ലെങ്കിൽ പന്ത് വാങ്ങി തരില്ല. ഹലോ, ബോംബെ കണക്ഷൻ കൊടുക്കൂ. ഹലോ, ആ ഞാനാ രേഖ. രേഖ വരുന്നോ? എപ്പോ? കേക്കുന്നില്ല. ഉറക്കെ 12-നോ? ഹലോ ഹലോ ഹലോ, കേക്കുന്നില്ല. ഹലോ ഹലോ. ചേട്ടൻ 12-ന് വരുമെന്ന്. അതെയോ? ചേച്ചിയല്ലേ പറഞ്ഞത് ഈ മാസം വരില്ലെന്ന്? പോടി. മോനെ ബിജു. ആ കുറെ നേരം മോൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. Well, my boys, have a holiday in Cochin. Ramesh, you are going home. Yes, sir. കല്യാണം കഴിച്ചോണ്ടേ പോകുന്നതല്ലേ? You must go. Freddy, താനോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. You naughty boy. See, Cochin is my place. Be good to her. She will receive you well. But don't try to spoil her.
Got my point? Yes, sir. Freddie, here is something for you. Thank you. Enjoy with all. Right? Oh, it is time. Right? Okay. Bye. See you. Okay. Okay? Bye. Wait, let me open. Hurry up. എല്ലാം കണ്ടോ മോൻ? Come on, let's go. നീ ഓടിച്ചോ. കേറ്. What is this? Yes, 3 days. ഒരു വക കഴിച്ചിട്ടില്ലെന്നേ. പോർട്ട് ബ്ലെയർ ക്രോസ് ചെയ്ത് തുടങ്ങിയതാ കാറ്റ്. സീ പെട്ടെന്ന് റഫായി. എന്റെ ഇത്രയും കാലത്ത് സർവീസിനിടയ്ക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. വി വർ ആക്ച്വലി റോളിംഗ് ഇൻ ദി സീ. ഒരു വക കഴിക്കാൻ വയ്യ. കഴിച്ച അപ്പ ഛർദി. നൈസ്. ഈ അവിയൽ അസലായിരിക്കുന്നല്ലോ. ആരാ വെച്ചത്, നീയാണോ? അല്ല, ശങ്കരേട്ടനാ. ആണോ? സത്യത്തിൽ രുചി അറിഞ്ഞ് വല്ലതും കഴിക്കുന്നത് വീട്ടിൽ വരുമ്പോഴാണ്. അവിടെ ഈ ടിൻഡ് ഫുഡ് കഴിച്ച് മടുത്തു. നമ്മുടെ അവിയലിന്റെയും പുഴുക്കിന്റെയും 4 അയലത്ത് വരുമോ ശങ്കര ഇവരുണ്ടാക്കുന്ന മറ്റെന്തും? എവിടുന്ന് വരാനാ സാറേ? പിന്നെ മകന്റെ കാര്യം എന്തായി? ഓ, അതൊന്നും പറയണ്ട സാറേ. അവൻ ഗുണപ്പെട്ട് വരുന്ന ലക്ഷണമൊന്നുമില്ല. ഇത്തവണയും തോറ്റിരിക്കുക. പഠിക്കാൻ വേണ്ടി അവനെ വല്ല ജോലിക്കും ഉണ്ടാക്കി. അത് സാറൊന്ന് മനസ്സ് വെച്ചാ. വാട്ട് ഹാപ്പൻ ടു യു? എന്താ ഒന്നും കഴിക്കാത്ത? കഴിക്കുമോനെ? എന്താ അവൻ കഴിക്കാത്ത? ഒന്നുമില്ല. ദിവസവും ടേബിളിൽ തന്നെ ബിജു ഉണ്ണാറ്. അങ്കിൾ വന്നാ അങ്ങനെ ചെയ്യില്ല എന്ന് വാക്ക് തന്ന ആളാ. ഷെയിം ബിജു, ചീത്തക്കുട്ടിയായില്ലേ? കഴിക്ക്. ബിജുവിന് ഇപ്പൊ എന്താ വേണ്ടേ? മേശപ്പുറത്തിരുന്ന് ഊണ് കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ. അഗ്രീഡ്. കം ഓൺ. അറ്റ്ലീസ്റ്റ് ഇരിക്കുന്നിടത്തുനിന്ന് മുകളിലേക്ക് പോകണമെന്നല്ലേ അവൻ പറഞ്ഞുള്ളൂ. ദാറ്റ് സ്പിരിറ്റ് ഈസ് ഗുഡ്. കം ഓൺ ബോയ്. ഇനി സ്മാർട്ടായിട്ട് അങ്ങോട്ട് കഴിച്ചേ. ഈ പാവ നടക്കുന്നില്ല. എവിടെ നോക്കട്ടെ. അതെ, വാ. ഇങ്ങനെ ഇങ്ങനെ വൈൻഡ് ചെയ്ത് പോണം. സ്മാർട്ട് ബോയ്. ഇവന്റെ ചിരിയും കളിയും കാണാൻ ചേച്ചി ഇല്ലാതെ പോയല്ലോ. തനിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വെരി നൈസ്. ഇതും നന്നായിട്ടുണ്ട്. അത് ശാരദയ്ക്ക് കൊണ്ടുവന്നായിരുന്നു.